ആന്റോ ആന്റണിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞുവെന്ന് CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. ആന്റോ ആന്റണിയുടെ ബംഗളൂരുവിലെ ഭൂമി ഇടപാടുകൾ പരിശോധിക്കണം. ആന്റോ ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകുമെന്നും KP ഉദയഭാനു. ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. പൈസ കൊടുത്ത NN രാജു പറഞ്ഞു ഇനി 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തിട്ടുണ്ട്. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിട്ടുണ്ട് എത്ര വാങ്ങിച്ചു എന്നും എത്ര തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. NN രാജുവിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പം ആന്റോ ആന്റണിയെ സമീപിക്കുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് വസ്തു സംബന്ധമായിട്ട് എന്തോ പൈസ കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂരുമായിട്ടുള്ള എന്താണ് ബന്ധം എന്നുള്ളത് SIT അന്വേഷിക്കണം. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന കണക്കിൽ NN രാജുവിനോട് വാങ്ങിച്ച പൈസ ഉണ്ടോ ഇതെല്ലാം പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. വളരെ ഗൗരവമുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ കൊടുക്കും. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ആന്റോ ആന്റണി MP-ക്കെതിരായി നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സ് ഉന്നയിച്ച ആരോപണം അത് അങ്ങേറ്റം ഗൗരവതരത്തിലുള്ള ഒന്നാണ്. അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല ആന്റോ ആന്റണി. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ തുക എന്തിനദ്ദേഹം കൈപ്പറ്റി? അതൊരു തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് അത്രയും വലിയ തുക എന്തിനദ്ദേഹം ഉപയോഗിച്ചു? ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടപ്രകാരമുള്ള തുകയ്ക്കും മുകളിൽ അത്രയും വലിയൊരു തുക ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്ന രാഷ്ട്രീയ ചോദ്യം MV ഗോവിന്ദനും വീണ ജോർജുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആന്റോ ആന്റണി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ? KP ഉദയഭാനു ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന തുകയൊന്നുമല്ല സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മുമ്പിൽ ഇതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ആന്റണി രാജുവിന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്ര ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ സീഫ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് താൻ വാങ്ങിയിട്ടില്ലെന്ന് ആ ആരോപണം അല്ലെങ്കിൽ ആ കാര്യം പണം വാങ്ങിയെന്ന ആ കാര്യം താൻ വാങ്ങിയിട്ടില്ലെന്ന് നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, അദ്ദേഹവും ഭാര്യയും കൂടി ചേർന്നാണ് ആ തുക വാങ്ങിയതെന്നും അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയതെന്നും ഒക്കെയാണ് ആക്ഷേപം ആരോപണം ഒക്കെയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ആന്റോ ആന്റണി MP തന്നെയാണ്. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അത് നിഷേധക്കുറിപ്പ് പോലും വന്നിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ KP ഉദയഭാനു ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അന്ന് ആ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ആന്റോ ആന്റണി ചെയ്തത്. പക്ഷേ താൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ ആരോപണങ്ങൾ ഉയർന്നതെന്ന് KP ഉദയഭാനു തന്നെ പറയുന്നു. ഒപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറെ കൂടി ഗുരുതരമായ ആരോപണങ്ങൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒന്ന്, എവിടെ നിന്നാണ് ഈ 2 കോടി രൂപ എന്ത് ചെയ്തു എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ബാംഗ്ലൂരിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ സാമ്പത്തിക ഇടപാടിൽ മൊത്തത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നും ഇത് വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന ഒരു ആവശ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല, പത്തനംതിട്ടയിൽ നിന്നുള്ള മന്ത്രി വീണ ജോർജും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കെ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും കുറഞ്ഞത് പത്തനംതിട്ടയിലെങ്കിലും ആ വിഷയത്തെ സജീവമാക്കി നിലനിർത്താനുള്ളൊരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആന്റോ ആന്റണിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള മറുപടി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്.